രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്തു. നമുക്കതിലെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മലയാളികളുടെ അഭിമാനമായ എക്കാലവും അഭിമാനത്തോടുകൂടി നമ്മൾ ഓർത്തിരിക്കുന്ന മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്തു. രാജ്ഭവനിൽ ഇനി എന്നും മലയാളികളുടെ അഭിമാനാർഹമായ നേട്ടങ്ങളുടെ സുവർണ ചരിത്രത്തിന്റെ സാക്ഷിയായി KR നാരായണന്റെ പ്രതിമയുണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒന്നാണ്. Narayana's life is a story of courage, perseverance, and self-belief. Through immense dedication and the power of education, he went on to occupy the highest constitutional office of our nation. Sri Narayan was an eminent statesman, diplomat, and scholar. I consider it an honor to unveil the bust of late Sri KR Narayan here at Raj Bhavan today. മുൻ രാഷ്ട്രപതി KR നാരായണൻ ചരിത്ര പുരുഷനാണ് എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിപ്രായപ്പെട്ടിരുന്നു. നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകുന്ന വലിയ ജീവചരിത്രത്തിന്റെ ഉടമയാണ് KR നാരായണൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും നമ്മളോടൊപ്പം ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ് രാജ്ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, രാജ്ഭവനിൽ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്തിരിക്കുന്നു. അതിനുശേഷം അവർ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റു വിവരങ്ങൾ? ഈ രാജ്ഭവനിൽ നടക്കുന്ന ഈ ചടങ്ങിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവിടെ ക്ഷണിക്കപ്പെട്ടവർ മാത്രം പങ്കെടുത്ത വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങ് തന്നെയാണ്. മാധു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ചടങ്ങ് തന്നെയാണ്. കാരണം മലയാളിയായ ആദ്യ രാഷ്ട്രപതി KR നാരായണൻ്റെ സ്മരണയ്ക്കായി ഒരു പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അതിനുശേഷം KR നാരായണൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സംഭാവനകളും പ്രകീർത്തിച്ചുകൊണ്ട് രാഷ്ട്രപതി അവിടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഇനി അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി രാജ്ഭവനിൽ നിന്ന് പുറപ്പെടും. ഇന്നിപ്പോൾ അവിടെ നിന്ന് നേരെ ശംഖുമുഖത്ത് എയർഫോഴ്സിൻ്റെ ടെക്നിക്കൽ ഏരിയയിലെത്തി. അവിടെ നിന്ന് ഇന്നിപ്പോൾ രാഷ്ട്രപതി നേരെ എത്തുന്നത് ശിവഗിരിയിലേക്കാണ്. ശിവഗിരിയിൽ വർക്കല ഹെലിപ്പാഡിൽ ഇറങ്ങി ശിവഗിരിയിലെത്തി ശിവഗിരിയിൽ സെന്റിനറി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഇന്നിപ്പോൾ അതിനുശേഷം ആ ചടങ്ങിന് ശേഷം ഉച്ചഭക്ഷണത്തിന് ശേഷം രാഷ്ട്രപതി തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുകയാണ്. നേരെ പാലയ്ക്കാണ് പോകുന്നത്. പാല സെൻറ് തോമസ് കോളേജിലെ ജൂബിലി ആഘോഷങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യും. അവിടെ ആ ചടങ്ങുകൾ പങ്കെടുത്ത ശേഷം രാഷ്ട്രപതി തങ്ങുന്നത് കുമരകത്താണ്. കുമരകത്തെ ശരി പ്രശാന്ത്, എന്തായാലും രാഷ്ട്രപതി ദ്രൗപദി മുർമു KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നു. കേരളത്തിന്റെ പുത്രനാണ് എന്ന് ഇന്നലെ KR നാരായണൻ ഫൗണ്ടേഷൻ പ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ വളരെ അഭിമാനപൂർവ്വം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഓർത്തെടുക്കുകയും ചെയ്തു. KR നാരായണന്റെ പേരിൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശ വേണ്ടപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറും എന്നുള്ളതും രാഷ്ട്രപതി ഉറപ്പു നൽകി.